Hi, good morning, students. In this class, we are going to discuss motion involving both translation and rotation. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്യൂർ റൊട്ടേഷൻ ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ടും കൂടെ ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ കൂടെ ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ചുള്ള കേസ് പഠിക്കുകയാണ്. എക്സാമ്പിൾ, ഒരു ഡ്രം, ഒരു റോഡ്, ഒരു സിലിണ്ടർ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കുറ്റി തറയിൽ കിടന്ന് ഉരുളുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അതേസമയത്ത് ഇത് ആ സെൻറ്റർ ഓഫ് മാസസിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആക്സിസ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് ദ ബോഡി അബൌട്ട് ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് പ്ലസ് ദ ആംഗുലർ മൊമെൻറ്റം ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. So there are two. First thing you have to notice, the angular momentum is due to the two components. One is the angular momentum due to the rotation, pure rotation, plus the motion of the center of mass. So you see here, the pure rotation will produce an angular momentum I0 omega. The motion, the translation of the center of mass produces an angular momentum R cross mv, where R is the position vector of the center of mass and V is the velocity of the center of mass. To find the angular momentum, we start by considering the body to be an aggregation of n particles with masses and position vectors rj with respect to the inertial coordinate system. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആംഗുലർ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യുന്നു സിഗ്മ ആർ ക്രോസ് എം ആർ ഡോട്ട്. ഇവിടെ സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n എന്ന് പറയുന്ന ഒരു സമ്മേഷൻ ഇടാൻ കാരണം ഈ ബോഡിയുടെ ഓരോ പാർട്ടിക്കിളിനെ ഓരോന്നായിട്ട് സങ്കല്പിക്കുന്നു. അതിനുശേഷം ആർ ക്രോസ് എം ആർ ഡോട്ട് ഉപയോഗിക്കുന്നു. ആർ ക്രോസ് എം വി ആണ് ആംഗുലർ മൊമെൻറ്റം. ആർ ക്രോസ് പി ആണല്ലോ. ആർ ക്രോസ് പി എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു എം വി എം ആർ ഡോട്ട് ആർ ജെ ക്രോസ് എം ആർ ജെ ഡോട്ട്. The center of mass of the body has a position vector r is equal to sigma mi ri by capital M. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഇനി നമ്മൾ ലോ ഓഫ് ട്രയാങ്കിൾ ലോ ഉപയോഗിച്ച് എഴുതുന്നു ക്യാപിറ്റൽ ആർ പ്ലസ് ആർ ജെ ഡോട്ട് ആർ ജെ ഡാഷ്. ഇവിടെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ്സ്, അതായത് സെൻറ്റർ ഓഫ് മാസ് ഒറിജിൻ ആക്കിക്കൊണ്ടുള്ള ഒരു കോർഡിനേറ്റ് ആണ് ആർ ജെ ഡാഷ്. ആർ ജെ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് അല്ലാതെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുള്ള കോർഡിനേറ്റ്സ് ആണ് ആർ ജെ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ ആർ ജെക്ക് പകരം ക്യാപിറ്റൽ ആർ പ്ലസ് ആർ ഡാഷ് കൊടുക്കുന്നു. അപ്പോൾ ആർ ജെക്ക് പകരം ആർ ക്യാപിറ്റൽ ആർ പ്ലസ് ആർ ജെ ഡാഷ് കൊടുക്കുന്നു. അപ്പോൾ ആർ ജെ പ്ലസ് ആർ ജെ ക്രോസ് എം ആർ ജെ ഡോട്ട് എന്ന് പറയുന്നത് ആർ പ്ലസ് ക്യാപിറ്റൽ ആർ പ്ലസ് ആർ ജെ ഡോട്ട് ഡാഷ് ക്രോസ് വീണ്ടും ഈ ആർ ഡോട്ടിന് പകരം വീണ്ടും ആർ ഡോട്ട് ഡാഷ് വരുന്നു. ക്യാപിറ്റൽ ആർ ഡാഷ് ക്യാപിറ്റൽ ആർ ഡോട്ട് 0 ആണ്, കാരണം ആർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ജെ ആർ പ്ലസ്, അപ്പോൾ ഇതിന് നമ്മൾ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ പ്ലസ് ബി ക്രോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലായി ആദ്യത്തെ ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേം ആർ ക്രോസ് സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേം ഇവിടെ ആർ ഡോട്ടാണ്, പക്ഷേ ആർ ഡോട്ട് 0 ആണ്. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, അത് 0 ആയി പോകും. ക്യാപിറ്റൽ ആർ ഈ ഫസ്റ്റ് ടേം 0 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേം ഇൻറ്റു സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേം, അതും 0 ആയി പോകും. ബിക്കോസ് ക്യാപിറ്റൽ ആർ ഡാഷ് ഡോട്ട് 0 ആണ്, ബിക്കോസ് ആർ ഇസ് കോൺസ്റ്റൻറ്റ്. അടുത്തതെന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേമും ആർ ക്രോസ് സിഗ്മ എം ആർ ഡോട്ട് ഡാഷ്. രണ്ടാമത്തെ ടേമും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ടേമും ആർ ജെ ഡാഷ് ക്രോസ് ആർ ജെ ഡോട്ട് ഡാഷ്. ഇതിൽ രണ്ട് ടേംസ്, മിഡിൽ രണ്ട് ടേംസ്, the middle two terms are identically 0 and that the first and last terms of physical interpretation, the first term 0 ആണ്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് സ്റ്റാർട്ടിങ് വിത്ത് സെക്കൻഡ് ടേം മാത്രം. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ
സിഗ്മ എം ജെ ആർ ജെ ഡാഷ് എന്ന് പറയുന്നത് ഈ അവസാനത്തെ ടേം സിഗ്മ എം ജെ ആർ ജെ ഡാഷിന് പകരം ആർ മൈനസ് ആർ എന്നിടും. വീണ്ടും അത് 0 ആയിരുന്നു. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇതിൽ അവസാനിക്കുന്ന ടേം എന്തെന്ന് പറയുന്നത് സിഗ്മ ആർ ജെ ഡാഷ് ക്രോസ് സിഗ്മ എം ജെ ആർ ജെ ഡാഷ്. അതായത് അവസാനത്തെ ടേം മാത്രം നിലനിൽക്കും, ബാക്കിയെല്ലാം 0 ആയിപ്പോകും. സോ the final expression for the angular momentum r cross mv, that is due to the translation of the center of mass, and second is the pure rotation. The pure rotation terms only is sigma rj dash cross mj rj dash dot. So what is the meaning of these two terms? The first term represents the angular momentum due to the center of mass. The second term represents the angular momentum due to the motion about the center of mass. The only way for the particles of a rigid body to move with respect to the center of mass is for the body as a whole to rotate. Okay, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് the only way for the particles of a rigid body, ഒരു rigid bodyയുടെ particles rotate ചെയ്യണമെങ്കിൽ as a particle as a whole, ഒരു body as a whole ആയിട്ട് അത് rotate ചെയ്യണം. So this is what the final expression r cross capital R cross mv plus sigma r dash cross mj r day dash cross. So that is what the concept. So again the z component, we am taking the z component sigma mj rj dash cross rj dot. അതിൽ z component മാത്രം എടുക്കുന്നു. അപ്പോൾ റോ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റോ ക്രോസ് റോ ഡോട്ട് റോ ഡോട്ട് ഡാഷ് റോ ഡാഷ് ക്രോസ് റോ ഡോട്ട് ഡാഷ്. അപ്പോൾ എന്ത് കിട്ടും? റോ ജെ ഡാഷ് ക്രോസ് സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് I0 ഒമേഗ ആയി. ഇപ്പോൾ റോ ഡാഷ് എന്ന് പറയുന്നത് is a vector to mj perpendicular from the axis in the z. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും ആർ ജെ ഡാഷ് എന്ന് പറയുന്നതും റോ ജെ ഡാഷ് എന്ന് പറയുന്ന ഡയറക്ഷൻ കാണാൻ സാധിക്കും. ഈ ആക്സിസിൻ്റെ സെൻട്രൽ ആക്സിസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പാർട്ടിക്കിളിലേക്കുള്ള വെക്ടറാണ്. ഇനി ആ പാർട്ടിക്കിളിൽ നിന്നും സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള വെക്ടറാണ് ആർ ജെ ഡാഷ്. അങ്ങനെ അവസാനം നമ്മൾക്ക് I0 ഒമേഗ ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും I0 ഒമേഗ പ്ലസ് ആർ ക്രോസ് എം വി ഇസഡ് ആക്സിസ്. ബിക്കോസ് ഇസഡ് ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് I0 ഒമേഗ ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ we have proven that the result that stating at the beginning, angular momentum of a rigid body, the sum of the angular momentum about its center of mass and the angular momentum of the center of mass about its origin. അപ്പോൾ ഒരു റിജിഡ് ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് അബൌട്ട് ഇറ്റ്സ് ഒറിജിൻ. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആംഗുലർ മൊമെൻറ്റം I0 ഒമേഗ പ്ലസ് ആംഗുലർ മൊമെൻറ്റം സെൻറ്റർ ഓഫ് മാസിൻ്റെ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ദ ഒറിജിൻ. ഈ രണ്ട് ടേംസ് എന്ന് പറയുന്നത് സ്പിൻ ആൻഡ് ഓർബിറ്റൽ ടേംസ് എന്നാണ് നമ്മൾ പറയുക. എക്സാമ്പിൾ എർത്ത് തന്നെ ഒരു എക്സാമ്പിളാണ്. ദ ഡെയിലി റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഗീവ് റൈസ് ടു ദ എർത്ത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം. സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവാനുള്ള കാരണം ഭൂമിയുടെ റൊട്ടേഷനാണ്. ആൻഡ് ദ ആനുവൽ റെവല്യൂഷൻ, ഒരു വർഷം കൊണ്ട് റിവോൾവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ദ സൺ, സൂര്യന് അക്രോസ് ആയിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാകുന്നതിന് കാരണം ഈ റെവല്യൂഷനാണ്, ആനുവൽ റെവല്യൂഷനാണ്. പക്ഷേ ഡെയിലി റൊട്ടേഷൻ എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം കൊണ്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. ഇൻ ദിസ് സെൻസ് ഇറ്റ് ഈസ് ഇൻട്രിൻസിക് ടു ദ ബോഡി. കാരണം ഈ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ആ ബോഡിക്കുള്ളിൽ തന്നെ ഉള്ളതായതുകൊണ്ട് അത് വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ കോർഡിനേറ്റ് സിസ്റ്റം ക്യാൻ എലിമിനേറ്റ് സ്പിൻ. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റുന്നതുകൊണ്ട് സ്പിന്നിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വേറസ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഡിസപ്പിയേഴ്സ് ദ ഒറിജിൻ ഈസ് അലോങ് ദ ലൈൻ ഓഫ് ദ മോഷൻ. അതേസമയത്ത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഡിസപ്പിയർ ചെയ്യുന്നപ്പോഴാണ് ഒറിജിനും ലൈൻ ഓഫ് മോഷനും സെയിം ആകുമ്പോൾ അവിടെ R0 ആകുകയും അവിടെ ആർ ക്രോസ് എം വി എന്ന് പറയുന്ന ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0 ആവുകയും ചെയ്യും. സോ ദിസ് ഇക്വേഷൻ I0 omega plus r cross mv, that is the final equation of the translation rotation case. It is valid even when the center of mass is accelerating. Center of mass accelerate ചെയ്താൽ പോലും ഈ ഇക്വേഷൻ വാലിഡ് ആണ്, since L was calculated with respect to the inertial coordinate system. കാരണം നമ്മൾ L കാൽക്കുലേറ്റ് ചെയ്തത് ഒരു ഇനർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എർത്തിൻ്റെ മോഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ വി കം ടു ദ എൻഡ് ഓഫ് ദിസ് ക്ലാസ്.